फिर से जन्म में मुलाकात हो न हो, लग जा गले. ഞാനൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കമ്പനീൻ്റെ ആനുറ്റി സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. വായിക്കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ചോദിക്കാലോ. എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ വീട് മിക്കവാറും ഞങ്ങളായിരിക്കും ഫിനിഷ് ചെയ്യുക, ഫസ്റ്റത്തേത്. ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സിറ്റി ഫ്ലവറിൻ്റെ ബത്തയിലുള്ള ഹൈപ്പർ മാർക്കറ്റിലാണ് ഉള്ളത്. ഇന്ന് തീർച്ചയായിട്ടും നമ്മൾ ആഗമനം ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് വളരെ വെൽ നോൺ ആണ്. കാര്യം നമ്മളിവിടെയുള്ള കസ്റ്റമേഴ്സിനെ പരിചയപ്പെടുക, അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുക, നമ്മുടെ കയ്യിലുള്ള കുസൃതി ചോദ്യങ്ങൾ ചോദിക്കുക, അവർക്ക് സമ്മാനം കൊടുക്കുക, ഹാപ്പിയാക്കി വിടുക. അത്രേ ഉള്ളൂ. സിമ്പിൾ ഉദ്ദേശമാണ് നമ്മളെ റോഡ് ഷോനുള്ളത്. അപ്പോൾ ഇന്നത്തെ കസ്റ്റമർ ആരാണ്, എന്തൊക്കെയാണ് നമുക്ക് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതൊരു ഫെസ്റ്റീവ് സീസണാണ്. ഇപ്പോൾ ഡിസംബർ മന്തിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഒരുപാട് ഇയർ എൻഡ് ഓഫേഴ്സൊക്കെ സിറ്റി ഫ്ലോറിൽ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇപ്പോൾ അവൈലബിൾ ആണ്. സർപ്രൈസസ് ഒരുപാടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മിസ് ചെയ്യരുത്. നിയറസ്റ്റ് ആയിട്ടുള്ള സിറ്റി ഫ്ലോറിൻ്റെ ഔട്ട്ലെറ്റ് വിസിറ്റ് ചെയ്യുക. ഓഫേഴ്സ് എല്ലാം തീരുന്നതിന് മുമ്പേ, സ്റ്റോക്ക് തീരുന്നതിന് മുമ്പേ കരസ്ഥമാക്കുക. അപ്പോൾ ആരാണ് അതിഥി എന്നുള്ളത് നമുക്ക് മീറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഏറെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമ്മളോട് അടുത്ത് നിൽക്കുന്ന മറ്റൊരു ഫാമിലിയാണ് നമുക്കിന്ന് ഗസ്റ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഇവർ ആദ്യം ഒന്ന് പരിചയപ്പെടാം. പേര്? കബീർ, കോഴിക്കോട് നല്ലോണം സ്വദേശി. നല്ലതാണ്. യെസ്. പേര് ഫിജിന, കോഴിക്കോട് ബേപ്പൂർ അരക്കിണർന്ന്. ഓക്കെ. അപ്പോൾ എത്ര വർഷമായി ഇപ്പോൾ സൗദി അറേബ്യയിലൊക്കെ? ഞാൻ 21 ഇയേഴ്സ്. 20 ആവാൻ പോകുന്നു. അപ്പോൾ മാരേജ് കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വന്നു? ഉടനെ വന്നു. ഓക്കെ. എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാനൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി കമ്പനീൻ്റെ ആനുറ്റി സ്പെഷ്യലിസ്റ്റായിട്ട് ജോലി ചെയ്യുകയാണ്. എന്താണ് മീൻസ്? ഒന്ന് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ. വായിക്കൊള്ളാത്ത പേരൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ? ചോദിക്കാലോ. അത് പേറ്റൻ്റ് അറിയായിരിക്കും. പേറ്റൻറ്റിൻ്റെ റിന്യൂവൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റാണ്. യെസ്. ഓക്കെ. അപ്പം 21 ഇയേഴ്സും സെയിം കമ്പനിയാണോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫീൽഡ്സ് ഉണ്ടായിരുന്നോ? 20 ഇയേഴ്സ് സെയിം കമ്പനി. അപ്പോൾ ഇപ്പോൾ അടുത്ത് മാറിയതാണോ? അല്ല, 20 ഇയേഴ്സ് സെയിം കമ്പനിയാണ്. ഫസ്റ്റ് 1 ഇയർ മാത്രമേ ഉള്ളൂ വേറെ ഒരു ജസ്റ്റ് ഒരു 6 മന്ത് ജിദ്ദയിലുണ്ടായിരുന്നു. ബാക്കിയെല്ലാം റിയാദിൽ. യെസ്. ഓക്കെ. അപ്പോൾ 20 ഇയേഴ്സും സെയിം കമ്പനി എന്ന് പറയുമ്പോൾ എന്തായാലും അവിടുത്തെ ഒരു സൂപ്പർ സീനിയർ ആയിരിക്കും അല്ലേ? യെസ്. ഓക്കെ. കൂടുതലായിട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പോവുകയാണെങ്കിൽ ആക്ച്വലി ലോ ഫേമിലാണോ അല്ലെങ്കിൽ മിനിസ്ട്രി ആയിട്ടൊക്കെ കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു മേഖലയാണോ, എങ്ങനെയാണ് അത്? അല്ലെങ്കിൽ ഇത് ചോദിക്കാൻ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും റിക്വയർമെൻറ്റ് ഇതുമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ഹെൽപ്ഫുൾ ആവുമല്ലോ, അതുകൊണ്ടാണ്. ഓക്കെ. ഞാൻ ജോലി ചെയ്യുന്നത് ലോ ഫേമിലാണ്. സാബ അറേബ്യ എന്ന് പറഞ്ഞ കമ്പനിയാണ്. അവർ മിഡിൽ ഈസ്റ്റിലും ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ പിന്നെ ലെബനോനാണ് ബേസ് ആയിട്ട് ഓഫീസ്. പിന്നെ ഇവിടെ സൗദിയിൽ റിയാദിലുണ്ട്. ട്രേഡ് മാർക്ക്, പേറ്റൻറ്റ് രജിസ്ട്രേഷൻ, ഇതാണ് നമ്മളെ കോർ. ഇത് ട്രേഡ് മാർക്ക് നിങ്ങൾക്ക് കുറേ ബ്രാൻഡ്സൊക്കെ ഉണ്ടാവും, അതിൻ്റെ രജിസ്ട്രേഷൻ, പിന്നെ പേറ്റൻറ്റിൻ്റെ രജിസ്ട്രേഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം, കോപ്പിറൈറ്റ് എല്ലാം ഉണ്ട്. ഇപ്പം ആക്ച്വലി ഇപ്പം ഞാനൊരു ബ്രാൻഡ് ഇവിടെ സൗദി അറേബ്യയിൽ ആരംഭിക്കാൻ ഒരു താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ ഒരു ഫ്യൂച്ചർ സ്റ്റെപ്സ്, അല്ലെങ്കിൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത്? ഓഫ് കോഴ്സ് ഞങ്ങളെ ഫേമായിട്ട് ബന്ധപ്പെടാം. എൻ്റെ എങ്ങനെയായിരിക്കും പുതിയ ഒരു ബ്രാൻഡ് ഇവിടെ രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്സ് എന്താണ്? ജസ്റ്റ് ഞങ്ങളെ ബ്രാൻഡിൻ്റെ ലോഗോ, ഏത് ക്ലാസ്സിലാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്, അതിൻ്റെ ഡീറ്റെയിൽ തരാം. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഓഫ് കോഴ്സ് പവർ ഓഫ് അറ്റോർണി മറ്റു കാര്യങ്ങളൊക്കെ വേണം. ഞാൻ ഡീറ്റെയിൽ ഞങ്ങൾ അത് ആ സമയത്ത് തരും. എന്നിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്താൽ സൗദി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അതോറിറ്റി ഉണ്ട്. അവർ അത് ആക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യും. റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ റീസൺസൊക്കെ പറയും. അതൊക്കെയാണ് ഞങ്ങളെ ജോലിയുടെ ഭാഗങ്ങൾ. ഇപ്പം ആക്ച്വലി ഈ ഒരേ പേരിലൊക്കെ ഡിഫറെൻറ്റ് നെയിംസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലോഗോസ് ആയിരിക്കും. പക്ഷേ ഒരേ പേരിൽ ഇവിടെ അല്ലെങ്കിൽ ആദ്യമേ രജിസ്റ്റർ ചെയ്ത പേരിൽ അതേ പേരിൽ പിന്നെ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ ലോഗോ അല്ലെങ്കിൽ ഫോണ്ടൊക്കെ മാറിയാലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? സെയിം ക്ലാസ്സിൽ രജിസ്ട്രേഷൻ ബുദ്ധിമുട്ടാണ്. അതല്ലാതെ ഡിഫറെൻറ്റ് ക്ലാസ് രജിസ്റ്റർ ചെയ്യാത്ത ക്ലാസ്സിലുണ്ടെങ്കിൽ പിന്നെ വെൽ നോൺ ബ്രാൻഡിന് പറ്റില്ല. അതല്ലാത്ത മറ്റു കാര്യങ്ങളൊക്കെ അവർ അതോറിറ്റി കൺഫേം ചെയ്യും. ഇതിലെന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവർ റിജക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും. മാഡം ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട്, ടീച്ചറാണ്. യാര ഇൻ്റർനാഷണൽ. ഏതാണ് സബ്ജക്റ്റ് ഒക്കെ, അല്ലെങ്കിൽ ഏതാണ് ക്ലാസ് എല്ലാം? ക്ലാസ് 4 to 8 ആ സെക്ഷനാണ്. മാത്സും ആർട്സ്, മലയാളം ഇതൊക്കെ എടുക്കുന്നുണ്ട്. കുട്ടികൾ എത്ര പേരാണ്? എവിടെ ഉണ്ടോ, അല്ലെങ്കിൽ നാട്ടിലാണോ? 3 കുട്ടികളാണ്. ഇവിടെ തന്നെയാണ് എല്ലാവരും. പിന്നെ +2, പിന്നെ ചെറിയ ആൾ 8ാം ക്ലാസ്സിൽ, പിന്നെ 6th. എല്ലാവരും ഇവിടെ? അതെ. അപ്പം പേരൻസ് ഒക്കെ ഇപ്പം നാട്ടിലാണോ അല്ലെങ്കിൽ കൂടെ ഉണ്ടോ?
അല്ല, പേരൻസ് നാട്ടിലാണ്. അവർ വന്ന് ഇടയ്ക്ക് വന്ന് പോകാറുണ്ട്. ഇത്രയും വർഷമായി സൗദി അറേബ്യയിൽ ഇവിടെ ഇപ്പോൾ കോഴിക്കോടൻസിലാണെന്ന് നമുക്ക് വളരെ ഞാൻ നേരത്തെ പറയുകയുണ്ടായി. അതല്ലാതെ വേറെ എന്തെങ്കിലും കൂട്ടായ്മകളിലൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യലി കമ്മിറ്റഡ് ആണോ? യെസ്, എൻ്റേതാണെങ്കിൽ ഞാനൊരു ക്രിക്കറ്റ് ക്ലബിൻ്റെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്, SRCC പറഞ്ഞത്. അതേപോലെ ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ രക്ഷാധികാരിയാണ്, ലാൻഡൺ FC എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫ്രണ്ട്സ് ഓഫ് കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു സംഘടനയുടെ എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഓക്കെ, അപ്പോൾ സ്പോർട്സിനോട് കൂടുതലായിട്ട് അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ ക്രിക്കറ്റൊക്കെ ഭയങ്കരമായിട്ട് വീക്ഷിക്കുന്നുണ്ട് അല്ലേ? യെസ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ഒരു പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ എന്തായിരിക്കും പറയാനുണ്ടാവുക? ഓഫ് കോഴ്സ് എല്ലാവർക്കും അറിയാം, ടെസ്റ്റ് സീരീസ് നമ്മൾ തോറ്റുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആയിട്ട് തോറ്റു. അതിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ കോച്ചിങ് സെക്ഷൻ അല്ല, നമ്മളെ അമിതമായിട്ടുള്ള പരീക്ഷണങ്ങൾക്ക് കൊണ്ടുണ്ടായ ഒരു അബദ്ധമാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻ മണ്ണിൽ തോൽക്കാൻ പാടില്ലായിരുന്നു. അതെ, ഒരു ക്രിക്കറ്റ് ആരാധകൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ കാര്യം ഇന്ത്യയിലേക്ക് വരാൻ എല്ലാവരും ഭയന്നിരുന്നൊരു കാലമായിരുന്നു. കാര്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്രിക്കറ്റ് അവർക്ക് ജയം അപ്രാപ്യമെന്ന് തോന്നിക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ ആർക്കും വന്ന് ഇന്ത്യനെ അടിച്ചിട്ട് പോകാന്നുള്ള ലെവലിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ? അത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് 93 ഇയേഴ്സ് നമുക്കൊരു സീരീസ് ഈ രീതിയിൽ നഷ്ടപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ലാസ്റ്റ് 25 ഇയേഴ്സിലാണ് സൗത്ത് ആഫ്രിക്ക ഒരു സീരീസ് നമ്മളെ അടുത്തുനിന്ന് ജയിക്കുന്നത്. അത് പ്രത്യേകിച്ച് കുറച്ച് മുമ്പ് വരെ നമുക്ക് ആലോചിക്കാനും കൂടി കഴിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഒരു 3 ദിവസം 4 ദിവസം കൊണ്ട് ടെസ്റ്റ് തീർത്തിട്ട് പോകാറായിരുന്നു. ഇത് വളരെ ഈസി ആയിട്ട് അവർ 408 റണ്ണിനാണ് ജയിച്ചത്. അതെ, എന്തായാലും ഒരു ഹിസ്റ്റോറിക്കലായിട്ട് മാർക്ക് ചെയ്തപ്പെട്ടൊരു സീരീസ് തന്നെ ആയി പോയത്. അപ്പം തീർച്ചയായിട്ടും മാറ്റങ്ങൾ വരും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഒരു ക്രിക്കറ്റ് പ്രേമി എന്ന നിലയിൽ. അപ്പം സ്പോർട്സിലൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസൊക്കെ? സ്പോർട്സുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്താണ്? പിന്നെ മ്യൂസിക്കാണ്. അതെ, പാട്ടും സ്റ്റേജിലൊക്കെ കുറച്ച് സ്റ്റേജുകളൊക്കെ മുമ്പ് പാടിയിരുന്നു. ഇപ്പം സ്കൂളിലും അങ്ങനെ കൾച്ചറൽ കമ്മിറ്റി അതാണ്, സെക്രട്ടറിയാണ്. പിന്നെ കോഴിക്കോടൻസിലും നമ്മുടെ സംഘടനയിലും മാത്രം ആക്റ്റീവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു നല്ല ഹോബി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പറയാ? ഇവിടെ മ്യൂസിക്കാണ്. പ്രോഗ്രാംസിന് എല്ലാ സ്റ്റേജസിലൊക്കെ പോയി പാടാറുണ്ടോ? അല്ലെങ്കിൽ പണ്ട് പാടിയിരുന്നു, കുറേ മുമ്പ്, അതായത് ബിഫോർ കൊറോണ ഒരുപാട് സ്റ്റേജുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നല്ല ഒരു മ്യൂസിക് ആർട്ടിസ്റ്റായിട്ടൊക്കെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ടോ? മ്യൂസിക് ആ സമയത്തൊക്കെ വന്നിരുന്ന പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള സിംഗേഴ്സൊക്കെ നാട്ടിൽ നിന്ന് വന്നവരെ കൂടെയൊക്കെ പാടാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഇപ്പോൾ ആക്ച്വലി ഇപ്പോൾ നമ്മളിവിടെ എസ്പെഷ്യലി നമ്മൾ പ്രവാസിയായിരിക്കുമ്പം നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പ്രോഗ്രാമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇങ്ങോട്ട് വരാറുണ്ട്. അപ്പം എന്തെങ്കിലും പരിപാടി ഉണ്ടാകുന്ന സമയത്ത് നമ്മളിവിടെയുള്ള ആൾക്കാരൊക്കെ അതിൽ അവരെ പരിചയപ്പെടാൻ, അവരോടൊപ്പം പാടാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതിൽ നിന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു മൊമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാമോ? അത് നമ്മുടെ യുംന ഷോ നമ്മളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്, FOC കാലിക്കറ്റ്. അപ്പോൾ യുംനയുടെ കൂടെ പെർഫോം ചെയ്യാൻ സാധിച്ചു. പിന്നെ പൂമുത്തോളെ പാടിയിട്ടുണ്ടായിരുന്ന സിംഗർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു, അവർ കൂടെയും പാടാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങനെ റിമി ടോമി പ്രോഗ്രാം നമ്മൾ നടത്തിയിട്ടുണ്ട്. റിമി ടോമി, വിധു പ്രതാപ് അങ്ങനെ കൂടെ പാടിയിട്ടില്ല, പക്ഷേ അവരുടെ അതിൽ നമുക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ, കൂടെ അല്ലെങ്കിലും പെർഫോം ചെയ്യാൻ സാധിച്ചു. ഇപ്പോൾ കോഴിക്കോടൻസിൻ്റെ ഇപ്പം CEO പദവിയിലിരിക്കുന്ന ഏറ്റവും മുതിർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ കബീർ നല്ലണം. അപ്പം കോഴിക്കോടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ആരാണ് സ്ഥാപിച്ചത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത്രയും മുതിർന്ന ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നേതൃനിരയിൽ ഇരിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ എന്താണ് പറയാനുള്ളത് ഈ ഒരു അസോസിയേഷൻ? കോഴിക്കോടൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു സാധാരണ സംഘടനയ്ക്ക് വ്യത്യസ്തമായിട്ട് നമ്മളൊരു ഫൗണ്ടേഴ്സ്, പിന്നെ എൻ്റെ പോസ്റ്റ് തന്നെ ചീഫ് ഓർഗനൈസറാണ്. മറ്റ് സംഘടനകൾക്കൊക്കെ പ്രസിഡൻറ്റ്, സെക്രട്ടറി ഉള്ളതുപോലെ തന്നെ ഇതിന് ഡിഫറെൻ്റാണ്. എല്ലാ വർഷവും എല്ലാ ടേമിലും പൂർണ്ണമായിട്ട് CEO മാറണം, റിപ്പീറ്റേഷൻ വരാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ രീതിയിൽ കൾച്ചർ കീപ്പ് ചെയ്യുന്നതാണ്. ഞങ്ങളെ മോട്ടോ തന്നെ വൺ ഫാമിലി വൺ മൈൻഡാണ്. പിന്നെ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാം തന്നെ ഒരു കൈറ്റ് ഫെസ്റ്റാണ്. മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ്. ഞങ്ങളൊരു പിന്നെ ചാരിറ്റി സംഘടനയല്ല, പക്ഷേ ചാരിറ്റീസ് ചെയ്യാറുണ്ട് വളരെ അത്യാവശ്യം വരുമ്പോൾ. ഇപ്പോൾ റഹീം ഇതിൽ ശരിക്കും തോന്നുന്നു മുഖ്യധാരാ സംഘടനകൾ നൽകിയതിൻ്റെ
ഏറ്റവും വലിയ എമൗണ്ടായ 25 ലാക്ക് ഞങ്ങൾ കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വെലങ്ങാട് ഒരു വീട്, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ വീട് മിക്കവാറും ഞങ്ങളായിരിക്കും ഫിനിഷ് ചെയ്യുക ഫസ്റ്റത്തേത്. പിന്നെ അതിൻ്റെ മുന്നേ ഈ പിന്നെ എന്താ പറയുക, ഡയാലിസിസ് മെഷീനുകൾ, ഇങ്ങനത്തെ പല കാര്യങ്ങളും ചാരിറ്റിയിൽ ഞങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ ഞങ്ങളൊരു ചാരിറ്റി സംഘടന അല്ല. കോഴിക്കോട് തന്നെ ഒരുപാട് നല്ല പാട്ടുകാരുണ്ട്. ഞങ്ങളൊരു മ്യൂസിക് സംഘടന അല്ല. ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഞങ്ങളൊരു ബിസിനസ് അങ്ങനത്തെ ഒരു സംഘടന അല്ല. മോട്ടിവേറ്റേഴ്സ് ഉണ്ട്. ഞങ്ങളൊരു മോട്ടിവേഷൻ സംഘടനയല്ല. പക്ഷേ ഈ രീതിയിലേക്ക് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് വളരെ ഡിഫറെൻ്റായിട്ട് പോകുന്നൊരു സംഘടനയാണ് ഞങ്ങൾ. കോഴിക്കോടിൻ്റെ എല്ലാ ഭാഗത്തുള്ള എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ഭംഗിയായിട്ട്, പ്രത്യേകിച്ച് ഞങ്ങൾ ലേഡീസ് വിങ് ഒക്കെ വളരെ ആക്റ്റീവാണ്. കുട്ടികൾക്ക് ഒരു എജു ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം തന്നെയുണ്ട് ഞങ്ങൾക്ക്. അത്ര ഈ സാധാരണ ഉള്ള നോർമൽ പാത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളെ മോട്ടീവാണ്. ഓക്കെ, അപ്പോൾ കോഴിക്കോടൻസ് പറയുമ്പോൾ എത്രയേറെ ഒരുപാട് നല്ല വെറൈറ്റി വെർസറ്റൈൽ ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളൊരു ടീം കൂടിയാണ്. കോഴിക്കോട്ടുകാരെ അല്ലാത്ത ആൾക്കാർ നിങ്ങളെ സംഘടനയിലുണ്ടോ, അല്ലെങ്കിൽ അവരെ അഡ്മിറ്റ് ചെയ്യുമോ? ഇല്ല, ആക്ച്വലി കോഴിക്കോട്ടുകാരുടെ സംഘടനയാണ്. പക്ഷേ ഈവൻ നമ്മളെ കോഴിക്കോടൻ പുതിയാപ്പിളമാരെ നമ്മൾ സ്വീകരിക്കാറുണ്ട്. അതിലൊരു ക്ലോസ് ഉണ്ടാവില്ല എന്താണെങ്കിലും അല്ല, യെസ്, തീർച്ചയായും കോഴിക്കോട് ഉള്ള ആളായിരിക്കണം. അത് ഭാര്യ ആയാലും വേണ്ടിയില്ല, പിന്നെ ഹസ്ബൻഡ് ആയാലും വേണ്ടിയില്ല. അപ്പോൾ യെസ്, അത്രയേ ഉള്ളൂ കണ്ടീഷൻ. തീർച്ചയായിട്ടും ഓപ്പണായിട്ട് ആരെയും കോഴിക്കോട് ഒരു ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പണായിട്ട് വെൽക്കം ചെയ്യാൻ തയ്യാറാണ്? യെസ്, ഷുവർ. നമ്മളൊരു കണ്ടീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുവരെ വന്ന എല്ലാ ആപ്ലിക്കേഷനും നമുക്ക് സ്വീകരിച്ചിട്ടുണ്ട്. വളരെ എൻ്റെ ഓർമ്മയിൽ ഫസ്റ്റ് മുതലുള്ള ഈ കോഴിക്കോടൻസിൻ്റെ ഫസ്റ്റ് കമ്മിറ്റി മുതലുണ്ട് ഞാൻ. എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു റിജക്ഷൻ ഒരു ആപ്ലിക്കേഷനും വന്നിട്ടില്ല. പക്ഷേ എന്നാലും ഞങ്ങളെ കണ്ടീഷനൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ചെയ്യാറ്. ഇതുവരെ അങ്ങനെ ഉണ്ടായില്ല. എല്ലാവരും വെൽക്കം ചെയ്യും. അത് ഏത് രീതിയിലുള്ള ആളുകളാണെങ്കിലും ഞങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളപ്പോൾ നല്ല വൈബോട് തന്നെ കൂടാറുമുണ്ട്. അപ്പോൾ നമ്മളെ കയ്യിലുള്ള ക്വസ്റ്റ്യൻ ഇവരുടെ അടുത്ത് ചോദിക്കാം. ഒരുപാട് വിശേഷങ്ങളൊക്കെ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചറിഞ്ഞു. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്ക് എത്ര ദിക്കാണുള്ളത്? ദിക്ക് ഫണ്ണി ക്വസ്റ്റ്യൻ ആണ്. ഫണ്ണി അല്ല, അതിലേക്ക് ഒരു ഫണ്ണി വരാം. 4 ദിക്കാണല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ കിച്ചൺ ഡ്യൂട്ടി ആരാ ഏറ്റവും കൂടുതൽ ചെയ്യാറ്? ഹസ്ബൻഡ് ആണോ? രണ്ടുപേരും വർക്കിംഗ് ആയതിനെ കൊണ്ട് ചോദിക്കുകയാണ്. കിച്ചൺ ഡ്യൂട്ടി ആരാ ചെയ്യാറ്? ഒരിക്കലുമല്ല ഞാൻ. ഓക്കെ, അപ്പോൾ കുറച്ച് കാരണം ഇൻഡിപെൻഡന്റ് ഉണ്ടാക്കുമോ അല്ലെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ റെഡിയാക്കി കഴിഞ്ഞ ആള് ഓക്കെയാണ്. കിച്ചൺ ഡ്യൂട്ടിയിൽ എന്താ പാത്രം കഴുകലാണോ? അല്ല, ഞാൻ ഇതുവരെ തള്ളലാന്ന് പറയണ. അപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ദിക്ക് ചോദിച്ചു. അപ്പോൾ 4 ദിക്കുണ്ടെന്ന് പറഞ്ഞു. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത് 4 ദിക്കുണ്ട്. അപ്പോൾ അടുക്കളയിൽ കാണപ്പെടുന്നൊരു ദിക്കുണ്ട്, ഏതാണ്? ഏതാണ് 4 ദിക്കുണ്ടല്ലോ. അടുക്കളയിൽ ഒരു ദിക്കുണ്ട്. അടുക്കളയിൽ കാണപ്പെടുന്ന ദിക്ക് ഈസ്റ്റ്. അപ്പോൾ ഉറപ്പിച്ചു കിച്ചൺ ഡ്യൂട്ടി ചെയ്യാറുണ്ട്. സെറ്റാണ്. അപ്പോൾ അടുക്കളയിൽ കാണപ്പെടുന്ന ദിക്ക് എന്ന് നമ്മൾ ഒരിക്കൽ ചോദിച്ചാണ്, എന്നാലും ഇവരോട് കൂടി ചോദിച്ചാണ്. അപ്പോൾ ഈസ്റ്റ് ആണ് അടുക്കളയിൽ കാണപ്പെടുന്ന ദിക്ക്. അപ്പം കറക്റ്റ് ഉത്തരമാണ്. സമ്മാനമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് സമ്മാനം ഉണ്ട്. ഈ അടുക്കളയിൽ കാണപ്പെടുന്ന ദിക്ക് ഏതെന്ന് ചോദിച്ചതിന് കൃത്യമായിട്ട് സമ്മാനം. അപ്പം ഒരു സംശയമില്ല, അടുക്കളയിൽ കയറാറുണ്ട്. വൈഫൊരു ഗായികയാണെന്ന് പറഞ്ഞു. ഒരുപാട് സ്റ്റേജസിലൊക്കെ പാടിയിട്ടുണ്ട്. സെലിബ്രിറ്റീസൊക്കെ വരുന്ന സമയത്തൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്കൊരു പാട്ട് കേട്ടാലോ? ലഗ് ജാ ഗലി കി ഭീ ഹസീ രാത് ഹോ ന ഹോ शायद फिर से जन्म में मुलाकात हो न हो लग जा गले के भी हंसी रात हो न हो शायद फिर से जन्म मुलाकात हो न हो लग जा गले
നന്നായി പാടി. ഓക്കെ, ഇതോടെ ഈ എപ്പിസോഡ് ഞങ്ങൾ എല്ലാവരും കൂടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ കബീർ കെ ഫാമിലിയാണ് ഈ ഒരു ദർശന TV സിറ്റി ഫ്ലോർ റോഡ് ഷോ എപ്പിസോഡിൽ പരിചയപ്പെട്ടത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് പുതിയ അതിഥിയെ കാണുന്നവരേക്കും ബൈ. ABC Cargo and Courier, #1 in GCC.